ഹലോ ഗായ്സ്, അപ്പം നമുക്കൊന്നൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയാലോ. അപ്പം ഞാൻ അതാ ഹെന്ന സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനായിരിക്കും ഈ എക്സ്പെരിമെൻറ്റ് ലാസ്റ്റ് ചെയ്യാൻ പോണ ആൾ, കാരണം ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ബിഗ് ബി ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇടാലോ എഴുതുമ്പോൾ എനിക്ക് വേറെ ഡിസൈൻ വരയ്ക്കാണ്ട്. അപ്പോഴാണ് ഞാൻ കിച്ചണിൽ നിന്ന് സൗണ്ട് കേട്ടെ. അപ്പോൾ നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഉമ്മാൻ്റെ കയ്യും തരുമോ ചോദിച്ചു. കുറച്ച് നേരത്തെ പരിപാടി ഉള്ളൂ പറഞ്ഞു. എൻ്റെ എല്ലാ എക്സ്പെരിമെൻറ്റും ഞാൻ ചെയ്യാം ഉമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പാൻ്റെ അടുത്തോ ആയിരിക്കും. ഇപ്പോൾ ഫേസ് പാക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഫസ്റ്റ് ഓരോരുത്തൊക്കെ ചെല്ലുക. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അത് സ്റ്റിക്കേഴ്സൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം മൈന്യൂട്ട് ഡിസൈൻ ആകുകൊണ്ട് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ കീറിപ്പോവാതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് ഒട്ടിക്കുക, കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മെഹന്തി അതിൻ്റെ ഉള്ളിൽ കൂടി കയറും. അപ്പം എന്താവും അറിയില്ല. ഫസ്റ്റ് ഞാൻ കരുതി ഫ്ലോപ്പ് ആയിരിക്കും എന്ന് ഞാൻ കരുതി. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ, അപ്പോൾ റിസൾട്ട് അറിയാം. അങ്ങനെ ഞാൻ ഫിംഗേഴ്സിലൊക്കെ ഒട്ടിച്ചു. അപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട് ഇത് ഫുള്ള് കൈ ഫുള്ള് ഇടുകയാണോ എന്ന് പറയുന്നുണ്ട്. അപ്പം എപ്പോൾ പരിപാടി ചെയ്യും കരുതിയിട്ട് ഞാൻ വേഗം ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ മെഹന്തി ഇടുമ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നാ ഫില്ല് ചെയ്യണേ. അപ്പം അമ്മ പറഞ്ഞു ഇതൊക്കെ പരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ് കേട്ടോ, പെട്ടെന്ന് ഇടുന്നുണ്ടേ. അങ്ങനെ ഒന്ന് വിരലോട്ടോ അല്ലെങ്കിൽ മെഹന്തിയോട്ടോ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഉമ്മാൻ്റെ ഏതൊരു ചെടിയിൽ പൂ വന്നിട്ടുണ്ട്, അത് നോക്കി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത് 5 ഫിംഗേഴ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഡ്രൈ ആകാൻ വെച്ചു. എന്നിട്ട് നമുക്കൊന്ന് പറിച്ചെടുക്കാം. എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പറിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് റിസൾട്ട് കേട്ടോ. ബിഗ് ബി ആയതുകൊണ്ട് ആ സ്റ്റിക്കറും കൂടെ പറിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ഇടുമ്പോൾ സിങ്ങോ എന്തെങ്കിലും ഇടാൻ നോക്കുക. കുട്ടികൾക്കാകുമ്പോൾ ബിഗ് ബി ഓക്കെയാണ് കേട്ടോ, പെട്ടെന്ന് ചോക്കും, കാരണം കുട്ടികൾ അധികം ടൈം ഇരിക്കൂലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിസൈൻസൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട്? பார்வை உன்னோடு உன் பொம்மை கண்ணோடு